ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി ഈ വരുന്ന ജൂണിൽ CMA ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ CMA ഫൈനൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സിൻ്റെ ഒരു സീരീസ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോ മൈസെൽഫ് CA അരവിന്ദ് VS, ഫാക്കൽറ്റി ഫോർ ടാക്സേഷൻ അറ്റ് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി. ഓക്കെ, അപ്പോൾ ജൂൺ 2025 CMA ഇൻ്റർമീഡിയറ്റ് CMA ഫൈനൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി തന്നെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ റെഗുലറായിട്ടുള്ള ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ CMA ഫൈനലിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ട്രിപ്പിൾ ഐയുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴി നിലവിൽ നൽകുന്നുണ്ട്. സോ ഈ ജൂൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമുക്ക് ഫൈനാൻസ് ആക്ട് 2024 വന്നിരിക്കുന്ന ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ഈ വരുന്ന എക്സാമിനേഷന് റെലവൻ്റാണ്. ഓൾറെഡി നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക തന്നെ, ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ അവിടെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു സെപ്പറേറ്റ് ഒരു അത് മാത്രമായിട്ട് അമെൻമെൻറ്റ്സ് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് എക്സാമിനേഷന് മുന്നേ ഈ അമെൻമെൻറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകണം. ഇപ്പോൾ ടാക്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ ടാക്സ് ടാക്സിൻ്റെ ഒരു ഭാഗ്യമാണ് ഈ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം എല്ലാ വർഷവും ഉറപ്പായിട്ടും നമുക്ക് ടാക്സ് നിയമം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രമൊക്കെ അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ടാക്സ് നിയമത്തിൽ ഇങ്ങനെ അമെൻമെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നതാണ് ഈ അമെൻമെൻറ്റ്സ്. ടാക്സ് നിയമം മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആ അമെൻമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അമെൻമെൻറ്റ്സ് മാത്രം പഠിച്ചതുകൊണ്ട് വിജയിക്കണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ പൊതുവേ പഠിച്ചിരിക്കുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിൻ്റെ കൂടെ അമെൻമെൻറ്റ്സ് കൂടി പഠിച്ചിരുന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ CA ആവട്ടെ, CMA ആവട്ടെ, CS ആവട്ടെ, ഇതിനെല്ലാം നമ്മൾ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ അമെൻമെൻറ്റ്സ് മാത്രമായിട്ട് പഠിച്ചിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് സഹായിക്കും. സോ ഇന്നിപ്പോൾ നമ്മുടെ സീരീസിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CMA ഇൻ്റർമീഡിയറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സിലും ഡയറക്റ്റ് ടാക്സിലും, അതായത് ഇൻകം ടാക്സിലും വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിന് ശേഷം നമ്മൾ CMA ഫൈനലിന് വേണ്ടിയിട്ടുള്ള DTയിലും IDTയിലും വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യും. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ഫൈനലിന് ആപ്ലിക്കബിൾ ആണ്. അതിന് പുറമെ ഫൈനലിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി നമുക്ക് നോക്കേണ്ടി വരും എന്നുള്ളതാണ്. യെസ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഒരു സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്താണ്. സോ സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ഈ സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. സോ അമെൻമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ സപ്ലിമെൻ്ററി സ്റ്റഡി മെറ്റീരിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമായിട്ടുള്ള, നമുക്ക് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ പുറത്തിറക്കിയിട്ടുണ്ട്. സോ അതിൽ നിന്നുള്ള ഡിസ്കഷനാണ്. നമുക്ക് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരിക്കും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഡിസ്കഷന് മുന്നോട്ട് പോകാം. ശരി, ഈ ഫിനാൻസ് ആക്ട് 2024, അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഫിനാൻസ് ആക്ട് 2024 തന്നെ നമുക്ക് 2 തവണ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ പാർലമെൻറ്റിലുണ്ടായിരുന്നു. എല്ലാ 5 വർഷം കൂടുമ്പോഴും ഒരു ഗവൺമെൻറ് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഗവൺമെൻറ് ആ വർഷം നമുക്ക് 2 ബഡ്ജറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇലക്ഷന് മുന്നേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിനുശേഷം ദേ വിൽ ഫേസ് ദി ജനറൽ ഇലക്ഷൻ. ആ ഇലക്ഷന് ശേഷം ഭരണത്തിൽ വരുന്ന പുതിയ സർക്കാർ അതേ വർഷം തന്നെ ഒരു ഫുൾ ബഡ്ജറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഒന്നുകൂടി പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2024 നമ്മുടെ രാജ്യത്ത് ജനറൽ ഇലക്ഷൻ നടന്നത്. സോ സാധാരണ പോലെ തന്നെ ഒരു ഇൻ്ററിം ബഡ്ജറ്റ് ആദ്യം ഉണ്ടായിരുന്നു, ഒരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് വന്നിരുന്നത് നമ്മുടെ മാർച്ചിൽ തന്നെയായിരുന്നു, 2024 മാർച്ചിൽ വന്നു. അതിനുശേഷം ആ ഗവൺമെൻറ് പോയി അവർ ഈ പറയുന്നത് പോലെ എലക്ഷൻ ഫേസ് ചെയ്തു, പുതിയ ഗവൺമെൻറ് വന്നു. ആ പുതിയ ഗവൺമെൻറ്
ജൂലൈ മാസം 2024 രണ്ടാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻസ് ആക്ട് നമ്പർ 2 എന്നാണ് നമ്മളതിനെ പറയുന്നത്, 2024. സോ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് നമുക്ക് ഈ വരുന്ന എക്സാമിനേഷന് ആപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ CA പഠിക്കുന്ന കുട്ടികൾക്കും CMA CS പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം ഈക്വലി ആപ്ലിക്കബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് CMAക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾ CA വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, CS എക്സിക്യൂട്ടീവ് പഠിക്കുന്ന, CMA ഇൻ്റർമീഡിയറ്റ്, അതുപോലെ തന്നെ CS എക്സിക്യൂട്ടീവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉറപ്പായിട്ടും ഈ ഒരു അമെൻമെൻറ്റ് ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ കവർ ചെയ്യുന്ന സിലബസ് ഏതാണ്ട് സെയിം തന്നെയാണ്. പിന്നെ ഇതിലെ ചില പ്രൊവിഷൻസ്, ഇപ്പോൾ പ്രത്യേകിച്ച് CAയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന പല പ്രൊവിഷൻസും CAക്കാർക്ക് ബാധകമല്ല. കാരണം അതിപ്പോൾ CAയുടെ നമുക്കറിയാം എക്സാമിനേഷന് 6 മാസം മുന്നേ വരെ നിലവിൽ വരുന്ന പ്രൊവിഷൻസാണ് എക്സാമിനേഷന് ബാധകമാവുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പ്രൊവിഷൻസും, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പല അമെൻമെൻറ്റ്സും 2024 നവംബർ മുതലോ 2024 ഡിസംബറോ 2025 മുതലൊക്കെ ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരിക്കലും 2025 മെയ്യിൽ എക്സാം എഴുതുന്ന CA എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ബാധകമല്ല. സോ പക്ഷേ CMA വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് എക്സാമിനേഷൻ വരുന്നത് ജൂൺ മാസത്തിലാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എല്ലാ പ്രൊവിഷൻസും CMA വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കബിൾ തന്നെ ആയിരിക്കും. യെസ്, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പേപ്പർ 7B നമുക്കറിയാം, പേപ്പർ നമ്പർ 7ലെ രണ്ടാമത്തെ പാർട്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് 2 ഏരിയ ആണ് ഉള്ളത്, ഒന്ന് GST, മറ്റൊന്ന് കസ്റ്റംസ്. അതിൽ GST CGST നിയമമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിലാദ്യം ഒരു ചെറിയൊരു കാര്യമുണ്ട്, ഞാനത് പിന്നീട് ഞാൻ പറയാം. തുടക്കം തന്നെ ഞാൻ ഒരു സംഭവം മാറ്റി വെച്ചിട്ടാണ്, കാരണം അതിൻ്റെ റീസൺ നിങ്ങൾക്ക് പിന്നീട് പറയുമ്പോൾ മനസ്സിലാവും. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ 9. CGST നിയമത്തിലെ സെക്ഷൻ 9ൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റാണ്. ഇപ്പോൾ സെക്ഷൻ 9 നമുക്കറിയാം CGST നിയമത്തിൻ്റെ ചാർജിങ് സെക്ഷനാണ്, ചാർജബിലിറ്റി സെക്ഷനാണ്. അപ്പോൾ 9 സബ്സെക്ഷൻ 1ൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, 9 സബ്സെക്ഷൻ 1ൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാം. അതായത് CGST എന്ന ടാക്സ് എപ്പോഴാണ് ലെവി ചെയ്യുക? CGST എന്ന് പറയുന്ന ടാക്സ് ലെവി ചെയ്യുന്നത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോഴാണ്. ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോഴാണ് CGST ലെവി ചെയ്യുക, എക്സെപ്റ്റ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. അങ്ങനെയാണ് 9 സബ്സെക്ഷൻ 1ൽ പറയുന്നത്. CGST ലെവി ചെയ്യുന്നത് ആ സപ്ലൈ ചെയ്യപ്പെട്ട ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ വാല്യൂവിന് മേളിലാണ്. പരമാവധി ചുമത്താവുന്ന CGST 20% മേളിൽ പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് 9(1)ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. സോ എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷന് മേളിൽ CGST വരില്ല എന്ന് വ്യക്തമായിട്ട് 9(1)ൽ പറയുന്നുണ്ട്. അതിലേക്കൊരു അഡീഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ്, സെക്ഷൻ 9 ഹാസ് ബീൻ അമെൻഡഡ് ടു ടേക്ക് undenatured extra neutral alcohol or rectified spirit used for manufacture of alcoholic liquor for human consumption. മദ്യത്തിന് മാത്രമല്ല, ഈ ഒരു പ്രോഡക്റ്റിന് കൂടി എന്താണ് അതിൻ്റെ പേര്, അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ ENA, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അതായത് ഈ മദ്യം, ഇപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പോൾ വിസ്കി, ബ്രാൻഡി, റം, വോഡ്ക എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ബേസ് ആകുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള മദ്യം, അതാണ് അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഓർ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ മേളിലും ഇനി മുതൽ എന്താ ആപ്ലിക്കബിൾ ആവില്ല, GST ആപ്ലിക്കബിൾ ആവില്ല. അതാണ് ആ പറഞ്ഞ പോയിൻറ്റിൻ്റെ അർത്ഥം. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന്, നോൺ ടാക്സബിൾ ഗുഡ്സ്, അപ്പം നമുക്കറിയാം മദ്യം ഒരു നോൺ ടാക്സബിൾ ഗുഡ്സ് ആണ്. അപ്പം നോൺ ടാക്സബിൾ ഗുഡ്സ് ഇൻക്ലൂഡ്സ് അൺഡീനേച്ചേർഡ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ ENA ഓർ റെക്ടിഫൈഡ് സ്പിരിറ്റ്. സോ ഈ പറയുന്ന പ്രോഡക്റ്റ് എൻ്റെ മേളിൽ ഇനി എന്തുണ്ടാവില്ല, GST ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആ കൺഫ്യൂഷൻ ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. 9(1)ലാണ് ഈ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അടുത്തൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് സെക്ഷൻ 10(5)ലാണ്. 10 എന്താണ് നമുക്കറിയാം, കോമ്പോസിഷൻ സ്കീമാണ്. 10(5) എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവൻ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ കോമ്പോസിഷനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷോർട്ട് നോട്ടൊക്കെ എഴുതി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പാലിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്.
അതിലേതെങ്കിലും അവനെ വയലേറ്റ് ചെയ്താൽ അവൻ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ അവൻ നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്ത് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ 10(5) പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ കോമ്പോസിഷൻ സ്കീമിന് അർഹനല്ലാതായി മാറുന്നു. സോ ഹി ഈസ് നോട്ട് എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ കോമ്പോസിഷൻ, ബട്ട് സ്റ്റിൽ ഹി ഈസ് കണ്ടിന്യൂയിങ് ഇൻ കോമ്പോസിഷൻ ആൻഡ് പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ടാക്സ് ഈടാക്കുവാനും അവന് പെനാൽറ്റി ചുമത്തുവാനും ടാക്സ് ഈടാക്കുവാനും GST അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് 10(5). സോ അതിലൊരു അമെൻമെൻറ്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോക്കൂ, വേറെ ടാക്സബിൾ പേഴ്സൺ ഇറഗുലർലി അവെയിൽസ് കോമ്പോസിഷൻ സ്കീം, ശരിയായിട്ടുള്ള രീതിയിലല്ലാതെ കോമ്പോസിഷൻ സ്കീം അവെയിൽ ചെയ്താൽ ദെൻ സച്ച് പേഴ്സൺ വുഡ് ബി ലയബിൾ ടു പെനാൽറ്റി. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് കൊടുക്കേണ്ടി വരും? പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ആൻഡ് പ്രൊവിഷൻസ് ഓഫ് അവൻ്റെ കയ്യിൽ നിന്ന്, അപ്പോൾ അവൻ 9(1) നോർമൽ രീതിയിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അടയ്ക്കേണ്ടതായിരുന്നു അവൻ. പക്ഷെ അവനത് ചെയ്യാതെ അവൻ ഇപ്പോഴും കോമ്പോസിഷൻ സ്കീമിൽ തുടരുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ എന്തുകൊണ്ടായിരിക്കും കോമ്പോസിഷൻ? പല കാരണങ്ങളുണ്ടാകും. ഒരുപക്ഷെ കോമ്പോസിഷൻ സ്കീമിൽ തുടരുന്നതായിരിക്കും അവന് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവൻ ശരിക്കും മറ്റു രീതിയിലല്ലേ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത്. സോ അവൻ എത്രയാണോ മറ്റു രീതിയിൽ അടയ്ക്കേണ്ടിയിരുന്ന ടാക്സ്, ആ ടാക്സ് അവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഈടാക്കും. അത് ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ കഴിയുന്ന ചില സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസാണ് സെക്ഷൻ 73, 74 എന്നിവ. ഇത് ഓൾറെഡി 10(5)ൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 73യെയും 74നെ, ആക്ച്വലി 73യും 74ഉം CMA ഫൈനൽ പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. അത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് 73, 74ഉം പഠിക്കാനില്ല. ഈ 73, 74 എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ടാക്സ് കറക്റ്റായിട്ട് അടച്ചിട്ടില്ല. ഇപ്പോൾ ഷോർട്ട് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും അടയ്ക്കേണ്ട ടാക്സ് അത്രയോ അടച്ചിട്ടില്ല. ഓർ നോട്ട് പെയ്ഡ്, അതിന് അവൻ ടാക്സേ അടച്ചിട്ടില്ല. അല്ലെങ്കിൽ അവൻ ടാക്സ് ലെവി, ഷോർട്ട് ലെവീഡ് എന്ന് പറഞ്ഞാൽ അവൻ ടാക്സ് എന്ത് ചെയ്തിട്ടില്ല? കളക്റ്റേ ചെയ്തിട്ടില്ല. ടാക്സ് അവൻ ലെവി ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ലെവി ചെയ്യേണ്ടത് അവൻ കറക്റ്റായിട്ട് ലെവി ചെയ്തിട്ടില്ല. 18% കളക്ട് ചെയ്യേണ്ട സ്ഥാനത്ത് 12% കളക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നോട്ട് ലെവീഡ്, ടാക്സ് ലെവിയേ ചെയ്തിട്ടില്ല, കസ്റ്റമറുടെ നിന്ന് ടാക്സേ കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു തെറ്റാണ്. ഓക്കെ, അതൊരു തെറ്റാണ്. അപ്പോൾ ആ ടാക്സബിൾ പേഴ്സണെ രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്തതൊരു തെറ്റാണ്. അവൻ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാതിരിക്കുന്നൊരു തെറ്റല്ലേ? അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നതാണ് ഈ രണ്ട് സെക്ഷൻ 73, 74. അപ്പോൾ അതിൽ 73 അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ഇവൻ ഇത് ചെയ്തില്ല, ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തി ഈ പറയുന്ന എന്ത് ചെയ്തില്ല, കൃത്യമായി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്ത് അടച്ചില്ല. പക്ഷേ അവൻ അടയ്ക്കാതിരുന്ന എന്തുകൊണ്ടാണ്? അവൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അത് മനഃപൂർവ്വം അല്ലാത്തൊരു തെറ്റാണ്. ടാക്സ് വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല, എന്തോ അവൻ അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവന് എങ്ങനെ ചെയ്യണമെന്നതിനെപ്പറ്റി ധാരണയില്ലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫ്രോഡ് മെൻറ്റാലിറ്റി അവനില്ല, ഒരു ഫ്രോഡ് മൈൻഡില്ല, അല്ലെങ്കിൽ അവൻ വസ്തുതകൾ മറച്ചു വെച്ചല്ല അവനത് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവന് തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ തെറ്റ് പറ്റിപ്പോയ ഒരാളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ വേണ്ടി നമ്മൾ ഇൻകം ടാക്സ് GST നിയമത്തിൽ ഉപയോഗിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 73. ഇനി അതല്ല, ഈവൻ ഇത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനാണ് 74. അപ്പോൾ ഈ രണ്ട് സെക്ഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെക്ഷന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയുകയാണ്, എനിക്ക് ടാക്സ് വെട്ടിക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, ഞാൻ പാവമായിരുന്നു. പക്ഷേ ഇവൻ ശരിക്കും ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കോടതികളിൽ പലപ്പോഴും ഇത് കേസായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ പലപ്പോഴും ഈ 73, 74 തമ്മിൽ കോൺട്രഡിക്ഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2023-24 ശേഷം ഈ 73, 74 എന്ന് പറയുന്ന രണ്ട് സെക്ഷനും പകരം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് പുതിയൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സെക്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 74A. ഇനി നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ 10(5) പ്രകാരം കോമ്പോസിഷൻ അർഹതയില്ലാതെ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ വെട്ടിച്ച ടാക്സ് അവൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 73യും 74നോടൊപ്പം 74A എന്ന സെക്ഷനും ഉപയോഗിച്ച് ആ വെട്ടിച്ച ടാക്സ് അവൻ്റെ എന്ത് ചെയ്യാൻ കഴിയും? ഈടാക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് പറഞ്ഞത് 74A ഷാൽ ബി ആപ്ലിക്കബിൾ. സോ ദാറ്റ് ഈസ് 10(7). ദെൻ മറ്റൊരു സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 11A. ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെക്ഷനാണ് 11A. സോ 11Aയുടെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയാം. സെക്ഷൻ 11A ഹാസ് ബീൻ ഇൻസേർട്ടഡ്. അപ്പോൾ അത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ ഹാസ് ബീൻ ഇൻസേർട്ടഡ് എന്ന് പറയുന്നത്. ഇൻസേർട്ടഡ് ടു എംപവർ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എംപവർ ദി ഗവൺമെൻറ് ടു റെഗുലറൈസ്
നോൺ ലെവി ഓർ ഷോർട്ട് ലെവി ഓഫ് സെൻട്രൽ ടാക്സ് ഡ്യൂ ടു എനി ജനറൽ പ്രാക്ടീസ് പ്രിവലൻ്റ് ഇൻ ട്രേഡ്. എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. നോക്കൂ, GST നമുക്കറിയാലോ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ GST വരുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. 17ഓളം ഇൻഡയറക്റ്റ് ടാക്സുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST വന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഇപ്പോൾ കാറ്റ് ലെവൽ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. 17ഓളം ഇൻഡയറക്റ്റ് ടാക്സുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതിൽ 9ഓളം കേന്ദ്ര നികുതികളും 8ഓളം സംസ്ഥാന നികുതികളും ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ട്രേഡറായിരുന്നു. 2017 മുന്നേ ഞാനൊരു ട്രേഡറായിരുന്നു. അപ്പോൾ കേരളത്തിൽ ട്രേഡറാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരള വാറ്റാണ് പേ ചെയ്തുകൊണ്ടിരുന്നത്. 2017 ജൂലൈ 1 മുതൽ ഞാൻ കേരള വാറ്റ് മതിയാക്കി ഞാൻ ഏതിലേക്ക് മാറുകയാണ്? GSTയിലേക്ക് മാറണമെന്നാണ്. അപ്പോൾ ഈ കേരള വാറ്റ് അതേപടി കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നതല്ല GST. അപ്പോൾ GST നിയമം എൻ്റെ ഈ കേരള വാറ്റും GSTയും തമ്മിൽ ഏതാണ്ട് ചെറിയ സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ രണ്ടും രണ്ട് ടൈപ്പിലുള്ള ടാക്സാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജൂൺ 30 വരെ 2017 ജൂൺ 30 വരെ ഞാൻ കേരള വാറ്റാണ് പേ ചെയ്തുകൊണ്ടിരുന്നത്. ജൂലൈ 1 മുതൽ ഞാൻ ഏതിലേക്ക് കൺവേർട്ട് ആവുകയാണ്? GSTയിലേക്ക് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ തുടർന്ന് വരുന്ന വാറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ തുടർന്ന് കൊണ്ടിരുന്ന പല പ്രാക്ടീസസും ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഈ ടാക്സ് വിഷയങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതി അതേപടി ഞാൻ GSTയിലും തുടരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് വാറ്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ GSTയുടെ റേറ്റും തമ്മിൽ തന്നെ വ്യത്യാസം വരാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഞാൻ വാറ്റിനകത്ത് ടാക്സബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ GSTയിൽ എക്സംപ്റ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ വാറ്റിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് GSTയിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം? ടാക്സബിൾ ആയിട്ടുണ്ടാകാം. ഇപ്പോൾ GST വന്നു കഴിയുമ്പോൾ ഞാൻ കുറേ കാലത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് എന്താണ്? ഈ പ്രോഡക്റ്റിന് ടാക്സ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രാക്ടിക്കലി തന്നെ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എനിക്ക് തന്നെ വർക്ക് ചെയ്തപ്പോൾ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തെറ്റ് പറ്റുന്നതിന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരല്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ എൻ്റെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. അറിവില്ലായ്മ പറ്റിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാറ്റിൽ ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്യാസ് LPG സിലിണ്ടർ വിൽക്കുന്ന ഒരാളുടെ കേസ്. ഇപ്പോൾ LPG സിലിണ്ടർ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വാറ്റിനകത്ത് സബ്സിഡി കിട്ടിയാൽ അത് ലെസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന തുകയ്ക്ക് മാത്രം വാറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ആ പറയുന്ന ഇളവ് ഏതിനകത്തില്ലായിരുന്നു? GSTയിലില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് കുറേ നാളത്തേക്ക് എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കിട്ടുന്ന സബ്സിഡി തുക നമ്മുടെ ക്ലയൻറ്റിൻ്റെ അവരുടെ GSTക്ക് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും? ഇതങ്ങ് കുറച്ച് കൊണ്ടിരുന്നു. കാരണം നമുക്ക് ഒരു എക്സൽ ഫോമില ഉണ്ടാകും, അതിലായിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പിന്നീടാണ് അബദ്ധം മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അടയ്ക്കേണ്ട ഒരുപാട് ടാക്സ് കുറച്ചാണ് നമ്മൾ അടച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു. അദ്ദേഹത്തിനോട് കസ്റ്റമറോട് ഞാൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. അത് ആ ടാക്സ് അടച്ചു. അങ്ങനെയാണ് നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്തത്. സോ ഇത് ഇപ്പോൾ നോക്കൂ, ഈ ടാക്സ് മേഖലയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് ടാക്സ് സ്ഥിരമായി പഠിപ്പിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അബദ്ധം പറ്റും. പെട്ടെന്ന് GSTയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്? ഉറപ്പായിട്ടും തെറ്റുപറ്റും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ കറക്റ്റായിട്ട് GST പേ ചെയ്യില്ല. GST കറക്റ്റായിട്ട് പേ ചെയ്യാതെ വരുമ്പോൾ അവർക്കെതിരെ നോട്ടീസ് അയക്കും. അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കാനുള്ള നടപടികളുമായിട്ട് GST ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകും. അത് ഹ്യൂജ് ആയിട്ടുള്ള ലിറ്റിഗേഷൻ സമയം ഇങ്ങനെ കവർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് തടയിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെക്ഷനാണ് ഇത് 11A. ഇപ്പോൾ 11Aയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ഞാനത് കാണിക്കാം. സിൻസ് ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതൽ ടാക്സ് പേയേഴ്സ് ഹാവ് ഫേസ്ഡ് ഇൻ്റർപ്രിട്ടേഷണൽ പ്രോബ്ലം ആൻഡ് അൺസർട്ടനിറ്റി ഓൺ ടാക്സ് റേറ്റ്സ്. നികുതിയുടെ റേറ്റുകളെ സംബന്ധിച്ച് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. ഇൻ മെനി കേസസ് ദർ വെർ നോൺ പേയ്മെൻറ്റ് ഓർ ഷോർട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. സോ അത് കാരണം പലപ്പോഴും നമ്മൾ ടാക്സ് അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അടച്ച ടാക്സിൽ കുറവ് വന്നിട്ടും ഉണ്ടാകും. ഈ ന്യൂ സെക്ഷൻ 11A ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ് ടു വെയ്വ് ദ ലെവി ഓഫ് GST. അപ്പോൾ പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ അങ്ങനെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷണൽ പ്രശ്നം കൊണ്ട് നമ്മൾ അടയ്ക്കാതിരുന്ന ടാക്സ് ഉണ്ടല്ലോ, അത് വെയ്വ് ചെയ്യാനുള്ള അധികാരം. ശരി, അത് വേണ്ട, പോട്ടെ, നിനക്ക് പറ്റിപ്പോയ അബദ്ധമല്ല, അത് തുടർന്ന് വന്ന ഒരു പ്രാക്ടീസ് കാരണമല്ലേ, വന്ന ഒരു അബദ്ധമല്ല, അത് പോട്ടെ എന്ന് വയ്ക്കാനുള്ള അവകാശം, അധികാരം ആർക്കുണ്ട്? GST വകുപ്പിന് ഉണ്ട്. ഇൻ കേസ് വെയർ ടാക്സ് ഈസ് നോട്ട് ലെവീഡ്, ഷോർട്ട് ലെവീഡ് ഡ്യൂ ടു എന്ത് കാരണത്താലാണെങ്കിൽ ഡ്യൂ ടു നോർമൽ ട്രേഡ് പ്രാക്ടീസ്.
ദിസ് വിൽ പ്രൊവൈഡ് റിലീഫ് ടു ട്രേഡേഴ്സ് ഫ്രം പാസ്റ്റ് കംപ്ലയൻസ് പ്രോബ്ലം. അപ്പോൾ ട്രേഡേഴ്സ് ഇതിനെപ്പറ്റി പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പണ്ട് പറ്റിപ്പോയ അബദ്ധത്തെ ഓർത്ത് അയ്യോ GST വകുപ്പ് എന്നെ പിടിച്ച് പിഴ അടപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു ഭാഗ്യമായി ഇത് എന്താണ്. ആൻഡ് ഓൾസോ പ്രൊട്ടക്ട് ദം ഫ്രം ദി ത്രെട്ട് ഓഫ് ലിറ്റിഗേഷൻ. അപ്പോൾ കേസും വഴക്കും ഇതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമായി എന്നുള്ളതാണ് ഈ പുതിയ സെക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ. സോ ദാറ്റ് ഈസ് സെക്ഷൻ 11A ഫോർ യു. സോ നമ്മൾ 3 സെക്ഷൻ കണ്ടു, 9, 10, 5, 11A. ഇനി അടുത്തത് 13(3) എന്താണ്? 13(3) നമുക്കറിയാം, ടൈം ഓഫ് സപ്ലൈയിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുമ്പോൾ ടൈം ഓഫ് സപ്ലൈ സർവീസ് അണ്ടർ RCM. സർവീസിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 13. അതിൽ 13(3) സപ്ലൈ ഓഫ് സർവീസ് അണ്ടർ RCM ആണെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുക? ടൈം ഓഫ് സപ്ലൈ എങ്ങനെയാണ് നിശ്ചയിക്കുക? നമ്മൾ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യണം. എന്തൊക്കെയാണ്? ഒന്ന്, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, നമ്മൾ പേയ്മെൻറ്റ് നടത്തിയ ദിവസം. അപ്പോൾ RCM ആകുമ്പോൾ ടൈം ഓഫ് സപ്ലൈ നിശ്ചയിക്കേണ്ടത് ആരുടെ കാര്യത്തിലാണ്? റെസിപ്പിയൻ്റ്. അപ്പോൾ നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. റെസിപ്പിയൻറ്റിനെ സംബന്ധിച്ച് എന്നാണ് ടൈം ഓഫ് സപ്ലൈ? ഒന്നുകിൽ പേയ്മെൻറ്റ് നടത്തിയ ദിവസം. ഈ പേയ്മെൻറ്റ് നടത്തിയ ദിവസം എന്ന് പറഞ്ഞാൽ എന്നാണ്? ഒന്നുകിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയ ദിവസം, അല്ലെങ്കിൽ ബുക്സിൽ റെക്കോർഡ് ചെയ്ത ദിവസം, വിച്ച് എവർ ഈസ് earlier. സോ ഒന്നുകിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ സപ്ലയറുടെ ബില്ല് കിട്ടി 61ാമത്തെ ദിവസം. സോ ദ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ 60th day ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. ഇതായിരുന്നു 13(3) പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിലൊരു അമെൻമെൻറ്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് പലപ്പോഴും ഈ RCM സപ്ലൈകളിൽ, റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന സപ്ലൈകളിൽ സപ്ലയർ തന്നെ ആയിരിക്കണമെന്നില്ല ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആയിരിക്കും. സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിന് എന്ത് ചെയ്യേണ്ടി വരും? ഇൻവോയ്സ് തയ്യാറാക്കേണ്ടി വരും. 31 subsection 3 clause F നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ സപ്ലയറുടെ ബില്ല് കിട്ടി 61ാം ദിവസം എന്നല്ലേ. അപ്പോൾ സപ്ലയർ ബില്ല് തന്നിട്ടില്ല, ടാക്സ് ഇൻവോയ്സ് തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യും? അപ്പോൾ ആ ഒരു പ്രശ്നം 13(3)ക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ 13(3)ൽ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. സോ 13(3) അമെൻമെൻറ്റ് എന്താണെന്ന് നോക്കിയേ. ടൈം ഓഫ് സപ്ലൈ സർവീസ് ഇൻ കേസ് ഓഫ് RCM earlier ഓഫ് ദി ഫോളോയിങ്. നമ്മൾ സ്ഥിരം പറയുന്ന earlier, ഒന്ന് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, മറ്റൊന്ന് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ 60th day, അതായത് 61ാം ദിവസം. ഇപ്പോൾ പുതിയൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്, ഞാനതുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇൻ കേസ് വെയർ ഇൻവോയ്സ് ഈസ് ടു ബി ഇഷ്യൂഡ് ബൈ ദി റെസിപ്പിയൻ്റ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ദിവസം. അപ്പോൾ സപ്ലയറുടെ ബില്ല് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ റെസിപ്പിയൻറ്റിൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ദിവസം, വിച്ച് എവർ ഈസ് earlier. അപ്പോൾ ഒന്നുകിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് where the invoice is issued by the recipient. So that is 13 subsection 3. So നമ്മൾ 4 സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു. 5ാമത്തെ സെക്ഷൻ നോക്കാം. 17 subsection 5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. സോ 17 subsection 5ൽ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്, ഒരു ചെറിയൊരു അമെൻമെൻറ്റാണ്. അമെൻമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ടാക്സ് അടയ്ക്കാതിരുന്നു, നിങ്ങൾ പിടിക്കപ്പെട്ടു, നിങ്ങൾക്കെതിരെ സെക്ഷൻ 74, അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ടാക്സ് അടയ്ക്കാതിരുന്നത്? മനഃപൂർവ്വം, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്, കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? സത്യാവസ്ഥ മൂടിവെച്ചു, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, ഫ്രോഡിലൻ്റ് മൈൻഡോടുകൂടി നിങ്ങൾ ടാക്സ് അടയ്ക്കാതിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ CGST നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 74. അപ്പോൾ ഈ 74 പ്രകാരം നിങ്ങളിൽ നിന്ന് ഒരു ടാക്സ് ഈടാക്കിയിട്ടുണ്ട്. 74 ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. ആ ടാക്സ് നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. ഇത് ഓൾറെഡി 17(5) പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. എന്താണ് അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, ഇതാണ് അമെൻമെൻറ്റ്, ഒന്ന് കാണാം. എനി ടാക്സ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 74 ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ 129 130. ആക്ച്വലി ഈ 2 സെക്ഷനും നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കാനുള്ളതല്ല. എങ്കിലും നമ്മൾ ഈ കള്ളക്കടത്ത്, അതായത് ഈ ഗുഡ്സ് നമ്മൾ ശരിയായിട്ടുള്ള രേഖകളില്ലാതെ, ടാക്സ് ഇൻവോയ്സോ ഡെലിവറി ചെല്ലാനോ വേ ബില്ലോ ഒന്നും ഇല്ലാതെ, കൃത്യമായ രേഖകളില്ലാതെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിന് ഒരു തെളിവുമില്ലാതെ
ഗുഡ്സുമായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് ഈ GST ഇൻ്റലിജൻസ് വകുപ്പിന് അത് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ ട്രാക്ക് ചെയ്ത് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ അവർ അപ്ലൈ ചെയ്യുന്ന 2 സെക്ഷനാണ് സെക്ഷൻ 129ഉം 130. സോ ഈ 2 സെക്ഷൻ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അടയ്ക്കേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ആ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് നിങ്ങൾക്ക് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല, അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. നോക്കൂ, 74, 129, 130 എന്ന് പറയുന്നതിൽ നിന്ന് 129ഉം 130ഉം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒഴിവാക്കിയിരിക്കുകയാണ്. ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് അപ് ടു ഫൈനാൻഷ്യൽ ഇയർ 23. അപ്പോൾ ഇപ്പോൾ അത് പുതുതായിട്ട് 17.5 ആ ലാസ്റ്റ് പോയിന്റ് നമ്മൾ വായിക്കും. ഇത് അവസാനത്തെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലെ അവസാന പോയിന്റാണ്. ഇതിപ്പോൾ ഇനി മുതൽ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: എനി ടാക്സ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 74 ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് അപ് ടു ഫിനാൻഷ്യൽ ഇയർ 23-24. കാരണം 23-24 ശേഷം, അതായത് 24-25 ഫൈനാൻഷ്യൽ ഇയർ മുതൽ നമുക്ക് 74 എന്ന സെക്ഷൻ ഇല്ല. അതിന് പകരം നമുക്ക് ഏതായിരിക്കും ഉണ്ടാവുക? 74A. അപ്പോൾ 73ക്കും 74നും പകരം നമുക്ക് വന്നിരിക്കുന്ന സെക്ഷനാണ് ഏത്? 74A. അതുകൊണ്ടാണ് 74 ഇൻ റെസ്പെക്ട് ഓഫ് എനി പീരീഡ് അപ് ടു ഫിനാൻഷ്യൽ ഇയർ 23-24 എന്ന് അവിടെ ചേർത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ 129, 130 അപ്പോൾ അതിനെ എന്തുകൊണ്ട് ഒഴിവാക്കി? അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ ഇതിന് പകരം വേറെ സെക്ഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിൽ സ്റ്റഡി. ഓക്കെ, ദെൻ 6ാമത് സെക്ഷൻ 21 ഹാസ് ബീൻ അമെൻഡഡ് സോ ആസ് ടു ഇൻകോർപ്പറേറ്റ് റെഫറൻസ് ടു ന്യൂ സെക്ഷൻ 74. കാരണം ഈ പല സെക്ഷനുകളിലും നമ്മൾ ഈ 73യും 74നെയൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെഫറൻസിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഏത് സെക്ഷനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 74A ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സെക്ഷൻ 21-നകത്ത് നേരത്തെ 73യും 74ഉം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 74A കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്തായിരുന്നു ഈ 21? ഓക്കെ, 21 എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇതാണ് ഞാൻ ആദ്യം 2 പോയിന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ നോക്കൂ. Where input service distributor distributes credit in contravention of section 20, the excess credit distributor shall be recovered along with the interest by applying section 73 plus 74 or section 74A. എന്താണ് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്താണെന്ന് വെച്ചാൽ, നമുക്കത് ആദ്യത്തെ പോയിന്റിലേക്ക്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇനി ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡെഫിനിഷനിൽ ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ശരി, നമുക്ക് ഡെഫിനിഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വിതരണക്കാരൻ. ഇൻപുട്ട് സർവീസ് വിതരണം ചെയ്യുന്ന ആൾ എന്താണ് അതിൻ്റെ അർത്ഥം? മീൻസ് ആൻ ഓഫീസ് ഓഫ് ദി സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ഓക്കെ, വിച്ച് റിസീവ്സ് ടാക്സ് ഇൻവോയ്സസ് ടുവേർഡ്സ് receipt of input services. Which receives tax invoices towards receipt of input service. എന്താണ് ഇൻപുട്ട് സർവീസസ്? നമ്മുടെ ബിസിനസ് ക്യാരി ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫർദർ സപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സർവീസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻപുട്ട് സർവീസ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ III തന്നെ നമുക്ക് പറയാം. III ഒരു എഡ്യൂക്കേഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സോ അവർ ചെയ്യുന്ന സപ്ലൈ എന്താണെന്ന് ചോദിച്ചാൽ, അവർ എഡ്യൂക്കേഷണൽ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻപുട്ട് സർവീസുകളുടെ ആവശ്യമില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഫാക്കൽറ്റീസ് IIIക്ക് കൊടുക്കുന്ന സേവനം IIIയെ സംബന്ധിച്ച് എന്താണ്? ഇൻപുട്ട് സർവീസാണ്. അവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. സോ ഇൻ്റർനെറ്റ് സേവനദാതാക്കൾ IIIക്ക് ചെയ്യുന്നത് എന്താണ്? ഇൻപുട്ട് സർവീസാണ്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നില്ലേ? ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടില്ലേ? നിങ്ങളുടെ ക്ലാസ്സൊക്കെ നടത്തുന്നത് ബിൽഡിങ്ങിൽ വെച്ചല്ലേ? സോ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ IIIക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇൻപുട്ട് സർവീസാണ്. സോ IIIക്ക് എന്തോരം സർവീസുകൾ കിട്ടിയാലാണ് നിങ്ങൾക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക? സോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയും, ഔട്ട്പുട്ട് സർവീസ് എന്ന് പറയും. പക്ഷേ ഈ ഔട്ട്പുട്ട് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം എന്ത് വേണ്ടി വരും? ഇൻപുട്ട് സർവീസ് വേണ്ടി വരും. സോ എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ വേറൊരു സ്ഥാപനം തുടങ്ങാം. ആ സ്ഥാപനത്തിനും എനിക്ക് എത്ര GST രജിസ്ട്രേഷൻ വേണമെങ്കിലും എടുക്കാമല്ലോ. ഇപ്പോൾ എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് വേറെ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിലധികം GST രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ഒരേ പ്ലേസ് ഓഫ് ബിസിനസ് വെച്ചിട്ട് സെയിം ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുന്നതിന് മാത്രം എനിക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ കിട്ടില്ലായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്. സോ എൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഇവിടെയാണ്, എൻ്റെ അഡ്രസ്സ് എനിക്കുണ്ട്, അവിടെ ഞാനൊരു ബിസിനസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്, അത് രജിസ്റ്റേർഡാണ്.
ഇനി ഞാൻ കൊല്ലത്തോ ആലപ്പുഴയിലോ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതേ ബിസിനസ്സിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചു, അതിനെനിക്ക് വേറെ രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷെ അങ്ങനെ രജിസ്ട്രേഷൻ എടുത്താൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ അതായത് എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് വേണ്ടിയിട്ട് ഞാനൊരു സർവീസ് സ്വീകരിച്ചു. എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് വേണ്ടിയിട്ട്, എൻ്റെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് വേണ്ടിയിട്ട് ഞാനൊരു സർവീസ് എന്ത് ചെയ്തു, സ്വീകരിച്ചു. ഇപ്പോൾ ഒരു സപ്ലയർ വന്നിട്ട് എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് സർവീസ് പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ആ ചെയ്ത സർവീസിനുള്ള ബില്ല് എനിക്കാണ് തന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു. പക്ഷേ ബില്ല് ഇൻവോയ്സ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? എനിക്കാണ്. അതായത് നമുക്കറിയാമല്ലോ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കണമെന്നുള്ളതാണ്, ടാക്സ് ഇൻവോയ്സ്. ഇവിടെ ടാക്സ് ഇൻവോയ്സ് ലഭിച്ചിരിക്കുന്നത് എനിക്കാണ്. പക്ഷേ ഇൻപുട്ട് സർവീസ് കിട്ടിയിരിക്കുന്നത് എനിക്കെല്ലാവർക്കാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാണ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആർക്ക് എടുക്കാൻ പറ്റും? സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പറയും നമുക്ക് ഗുഡ്സോ സർവീസോ ലഭിച്ചിരിക്കണം. ശരി, സർവീസ് ലഭിച്ചു. പക്ഷേ അത് എനിക്കല്ല ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണാണ്. ടാക്സ് ഇൻവോയ്സ് കിട്ടിയിരിക്കണം. ടാക്സ് ഇൻവോയ്സ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? അതെനിക്കാണ്. അപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നൊരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഞാൻ എന്ത് ചെയ്യണം? എടുക്കണം. എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് കിട്ടിയ ആ ഇൻവോയ്സ് ഇല്ലേ, ആ ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന സർവീസിൻ്റെ വാല്യൂവും അതിൻ്റെ മേലുള്ള ടാക്സും എനിക്ക് എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്ത് ചെയ്യാം? വിതരണം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ISD ആയാലുള്ള ഗുണം. ഓക്കെ, ഇതാണ് ISD. പിന്നെ വായിച്ചു നോക്കിയാൽ ISD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഓഫീസ് ഓഫ് ദി സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിച്ച് റിസീവ്സ് ടാക്സ് ഇൻവോയ്സ്. കണ്ടോ, ഇവിടെ ടാക്സ് ഇൻവോയ്സ് സ്വീകരിച്ചാരാണ്? ഞാൻ. ടുവേർഡ്സ് റെസീറ്റ് ഓഫ് ഇൻപുട്ട് സർവീസസ് ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദി ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഇപ്പം ഞാനത് സ്വീകരിച്ച ആർക്ക് വേണ്ടിയിട്ടാണ്? ഓൺ ബിഹാഫ് ഓഫ് മൈ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. മനസ്സിലായോ? And liable to distribute the input tax credit in respect of such invoice in the manner provided in section 20. ഇനി ഞാൻ ആ കിട്ടിയ ഇൻപുട്ട് ടാക്സ് ഞാൻ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഒരു ISD രജിസ്ട്രേഷൻ എടുത്ത് നേരെ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം? എൻ്റെ ആ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അപ്പോൾ നമ്മൾ അതാണ് ആ പോയിന്റ് ഞാൻ അത് പറയാതെ വിട്ടിരുന്നത്, അതുകൊണ്ടാണ്. ഇനി ഞാൻ ആ കാര്യത്തിലേക്ക് വരും. അപ്പോൾ ആരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വന്നാൽ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റിലേക്ക് വന്നാൽ, സെക്ഷൻ 21 എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയ ഇൻപുട്ട് ടാക്സ് ഞാൻ എൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 20-ലാണ്. ഇതിൽ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാ നോക്കിയേ, where input service distributor distributes credit in contravention of section 20. ഈ സെക്ഷൻ 20-ൽ ഈ കിട്ടിയ ഇൻപുട്ട് ടാക്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അതിൻ്റെ രീതികൾ പറയുന്നുണ്ട്. അത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഒന്നിലധികം ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഉണ്ടെന്ന് കരുതുക. ഇപ്പം ഞാൻ നോക്കുകയാണ്, എനിക്കിഷ്ടമുള്ള ആൾക്ക് ഈ ഇൻപുട്ട് ടാക്സ് കൊടുക്കാൻ പറ്റുമോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാമോ? എനിക്ക് 3 ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഉണ്ട്. എനിക്ക് 3 പേർക്ക് എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? അത് പാടില്ല. അത് ആർക്കാണോ അവകാശപ്പെട്ടത്, ആർക്കാണോ അർഹതയുള്ളത് അവർക്ക് തന്നെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. ഇനി 3 പേർക്കും അവകാശപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. ആ പ്രൊപ്പോർഷനിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരുന്നാൽ ഞാൻ ചെയ്തത് ടാക്സ് വെട്ടിപ്പിന് സമമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. സോ എൻ്റെ കയ്യിൽ നിന്ന് ആ ടാക്സ് ഈടാക്കിയെടുക്കാനുള്ള, കൃത്യമായിട്ട് ആ ടാക്സ് ഈടാക്കിയെടുക്കാനുള്ള അവകാശം ആർക്കുണ്ടാകും? ഗവൺമെൻറ്റിനുണ്ടാകും. അതിനുവേണ്ടി അവർ ഏതൊക്കെ സെക്ഷൻ ഉപയോഗിക്കും? അവർ സെക്ഷൻ 73 ഉപയോഗിക്കും. ഞാനൊരു നോർമൽ തെറ്റ് പറ്റിപ്പോയ ആളാണ്, ഫ്രോഡ് ഉദ്ദേശിച്ചൊന്നുമല്ല, തെറ്റ് പറ്റിപ്പോയതാണെങ്കിൽ അവർ 73 ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കും. ഇനി മനഃപൂർവ്വമാണെങ്കിൽ അവർ ഏത് ഉപയോഗിക്കും? 74 ഉപയോഗിക്കും. ഇനി മുതൽ ഈ 73, 74 ഇല്ല. അതിന് പകരം അവർ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? 74A ആയിരിക്കും ഉപയോഗിക്കുക. സോ സെക്ഷൻ 21-നകത്ത് ഇപ്പോൾ 74A കൂടി എന്ത് ചെയ്തിരിക്കുകയാണ്? എഴുതി ചേർത്തിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. ഇതാണ് അമെൻമെൻറ്റ്. പിന്നെ ഒരു റിവോക്കേഷൻ. ഈ നമ്മുടെ സെക്ഷൻ 30 പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ, ഞാൻ 30-യുടെ നോട്ട് ഇവിടെ കൊടുത്തിട്ടില്ല, നോക്കട്ടെ. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ വൺസ് ക്യാൻസലായി കഴിഞ്ഞാൽ
ആ ക്യാൻസലായ രജിസ്ട്രേഷനെ നമുക്ക് റിവോക്കേറ്റ് ചെയ്യാം. റിവോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റും. ആ ക്യാൻസലായി പോയ രജിസ്ട്രേഷനെ വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അതിന് നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മര്യാദകളുണ്ട്. ഓക്കെ, സോ അത് പാലിച്ചു കഴിഞ്ഞാൽ, ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ രജിസ്ട്രേഷൻ നമുക്ക് തിരികെ പുനഃസ്ഥാപിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു 30 സബ്സെക്ഷൻ 2 ഒരു പുതിയൊരു കാര്യം കൊണ്ടുവന്നിരിക്കുകയാണ്. ആസ് ബീൻ ഇൻസേർട്ടഡ് എ ന്യൂ പ്രൊവിഷ്യോ. 30 സബ്സെക്ഷൻ 2 ഒരു പ്രൊവിഷ്യോ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ക്യാൻസലായി പോയ രജിസ്ട്രേഷൻ റിവോക്കേറ്റ് ചെയ്തൊക്കെ തരാം, പക്ഷെ അവിടെ ഒരു പുതിയ പ്രൊവിഷ്യോ പ്രൊവൈഡഡ് എന്തുകൂടി പറയാണ്, ഷാൽ ബി സബ്ജക്റ്റ് ടു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. ദാറ്റ് വിൽ ബി പ്രിസ്ക്രൈബ്ഡ്. എന്തായിരുന്നു പ്രിസ്ക്രിപ്ഷൻ? ഇപ്പോൾ പുതിയ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തവണ എക്സാമിനേഷന് അത് നമുക്കധികം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് ഇനി ഗവൺമെൻറ് എന്ത് ചെയ്യും, അത് പ്രിസ്ക്രൈബ് ചെയ്യും. ഇന്ന ശരി പുനഃസ്ഥാപിച്ച് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. 8ാമത് വന്നിരിക്കുന്ന അമെൻമെൻറ്റ് സെക്ഷൻ 31(3)(f). നമ്മൾ നേരത്തെ റെഫർ ചെയ്ത സെക്ഷനാണ് 31(3)(f). 31(3)(f) എന്ന് പറഞ്ഞാൽ നമ്മൾ RCM വരുന്ന സപ്ലൈകളിൽ സപ്ലയർക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സപ്ലയർ എന്ത് ചെയ്യത്തില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ല. അപ്പോൾ നമ്മളായിട്ട് റെസിപ്പിയൻ്റ് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇൻവോയ്സ് സ്വയമേ തയ്യാറാക്കേണ്ടി വരും. അങ്ങനെ ഇൻവോയ്സ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു സമയത്തെ പറ്റിയാണ്. സോ RCM സപ്ലൈകളിൽ റെസിപ്പിയൻറ്റിന് ഇൻവോയ്സ് തയ്യാറാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എത്ര നാൾക്കുള്ളിൽ ഇൻവോയ്സ് തയ്യാറാക്കിയിരിക്കണം, അതിനിപ്പോൾ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്, പുതിയൊരു റൂള് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ അത് പ്രകാരം 31(3)(f) പറഞ്ഞിരിക്കുകയാണ്, വേറെ രജിസ്റ്റേർഡ് പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് അണ്ടർ RCM ഷാൽ ഇഷ്യൂ ഇൻവോയ്സ് വിത്തിൻ എ പീരീഡ് ഓഫ് എത്ര ദിവസം, 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് സെറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ നേരത്തെ 30 ദിവസം എന്നൊരു ദിവസം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അത് ആരുടെ കാര്യത്തിലാണ്, സപ്ലയർ ഓഫ് സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി 30 days എന്ന് പറയുന്നൊരു സമയപരിധി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ RCM സപ്ലൈകളുടെ കാര്യത്തിൽ, അതിപ്പോൾ ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ, RCM സപ്ലൈകളിൽ സപ്ലയർ ഇൻവോയ്സ് തന്നില്ലെങ്കിൽ റെസിപ്പിയൻ്റ് ഇൻവോയ്സ് തയ്യാറാക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ അവരെന്ത് ചെയ്തിരിക്കണം, ഇൻവോയ്സ് തയ്യാറാക്കിയിരിക്കണം. മാത്രമല്ല നമ്മളത് കണ്ടു, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് ഈ കേസിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക, ഓർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് earlier. So that is 31(3)(f). Then 35 subsection 35(6) ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പറയുന്ന കാര്യമാണ്. അതായത് ബുക്സ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവേർഡ് സപ്ലൈ അല്ലെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് കൃത്യമായിട്ട് നിങ്ങൾ അക്കൗണ്ട് ചെയ്തിരിക്കണം. അതായത് ബിൽ വൈസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അക്കൗണ്ട് അത് എഴുതി സൂക്ഷിക്കണം. അത് കമ്പ്യൂട്ടറൈസ്ഡ് ഫോമിലോ ബുക്സിലോ എഴുതി എന്ത് ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കണം. അത് എഴുതി സൂക്ഷിക്കാതിരുന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സർവീസ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സപ്ലൈ ചെയ്ത ഒരു സാധനം നിങ്ങളത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അത് സപ്ലൈ ചെയ്തതായി കണക്കാക്കി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, GST ഈടാക്കാനായിട്ട് സാധിക്കും. സപ്ലൈ ചെയ്തതായി കണക്കാക്കി GST ഈടാക്കാനായിട്ട് സാധിക്കും. അതിന് അവർക്ക് 73 or 74 ഉപയോഗിക്കാം. ഇപ്പോൾ ഏതുകൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, 74A. ഇനി മുതൽ അവർക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അതാണ് ന്യൂ സെക്ഷൻ 74A, ഫെയിലിയർ ടു അക്കൗണ്ട് ഗുഡ്സ് ഓർ സർവീസസ്. 10ാമത്തെ അമെൻമെൻറ്റ് പറയുന്നത്, ഈ TDS ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ട ആൾക്കാർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. റിട്ടേൺ ഫയൽ ചെയ്ത് എന്നിട്ട് GSTR7 എന്നിട്ട് അവർ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എന്ത് ചെയ്യണം, 7A ഇത് കൊടുക്കണമെന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിക്കണം. പക്ഷേ ഇപ്പോൾ ഇവർ TDS ഡിഡക്റ്റ് ചെയ്യാത്ത മാസങ്ങളിൽ പോലും ഇനി ഇവർ നിർബന്ധമായും നിൽ റിട്ടേൺ എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ആ പോയിൻ്റ് ഇതാണ് പറയുന്നത്.
electronic furnishing of return for each month by registered person required to deduct tax at source irrespective of whether any deduction has been made in the set month or നിങ്ങൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായി ഇനി മുതൽ എന്ത് ചെയ്യേണ്ടി വരും, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുന്നു. സോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക റൂൾസും ഫോമും അത് എങ്ങനെ ഫയൽ ചെയ്യണമെന്നുള്ളതും സമയമെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ എംപവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ചില സെക്ഷനുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 49, 8, 50, 51, 7 ഈ പറയുന്ന 3 സെക്ഷൻ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 61, 62 ഇതൊക്കെ നമുക്ക് ഫൈനൽ ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ 49, 8, 50, 51 എന്നൊക്കെ പറയുന്ന സെക്ഷൻ ഞാനത് എന്താണെന്ന് കൂടി പറയാം. ഈ സെക്ഷനുകളിലെല്ലാം തന്നെ എന്താണ് അതിൻ്റെ വിവിധ പ്രൊവിഷനുകളിൽ ഇനി മുതൽ 74A കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തത വരില്ല, ഞാനൊരു വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് നോക്കി ഇവിടെ 49.8 പറയുന്നത് എങ്ങനെയാണ് നമുക്ക് GST ലയബിലിറ്റി നമ്മൾ പേ ഓഫ് ചെയ്യേണ്ടത്. ഓർഡർ ഓഫ് പേയിങ് ഓഫ് GST ലയബിലിറ്റി നമ്മൾ പേയ്മെൻറ്റ് ഓഫ് GST, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓർഡർ ഓഫ് ഡിസ്ചാർജ് ഓഫ് GST ലയബിലിറ്റി, എങ്ങനെയാണ് നമ്മൾ GST ലയബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് നമുക്ക് മുൻ മാസങ്ങളിലെ ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ അത് പേ ചെയ്യുക. പ്രീവിയസ് ടാക്സ് പീരീഡുകളിലെ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ആദ്യം പേ ചെയ്യുക. അതിനുശേഷം കറണ്ട് ടാക്സ് പീരീഡിലെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്യുക. സെക്ഷൻ 73 74 പ്രകാരം നമുക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യുക. ഇപ്പോൾ അതിലേക്ക് ഏത് കൂടി ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, 74A കൂടി ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത്രയും. ഇനി 50 സബ്സെക്ഷൻ 1 ഇൻട്രസ്റ്റ് ഓൺ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് GST. നിങ്ങളിപ്പോൾ GST പേ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ, GST പേ ചെയ്യാൻ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് ഈടാക്കാം. 18% വരെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം, ഈടാക്കാം പറയാനും. അതിലൊരു പ്രൊവിഷൻ ഉണ്ട്, റിട്ടേൺ ഫർണിഷ്ഡ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 39. അതായത് ഇപ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു മാസത്തെ റിട്ടേൺ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഫെബ്രുവരി മാസം, ഈ ഫെബ്രുവരി മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മാർച്ച് മാസത്തിലാണ്. ഫെബ്രുവരി മാസം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മാർച്ച് മാസത്തിലാണ്. ഈ മാർച്ച് മാസത്തിൽ ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പറയുകയാണ് റിട്ടേൺ ഫർണിഷ്ഡ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 39 എക്സെപ്റ്റ് വെയർ സച്ച് റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ആഫ്റ്റർ കമൻസ്മെൻറ്റ് ഓഫ് ഇനി പ്രൊസീഡിംഗ് അണ്ടർ 73, 74. അവിടെ നമുക്ക് 74A എന്നൊരു സെക്ഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഏരിയ, ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് എമൗണ്ടിൻ്റെ മേളിലാണ്, നിങ്ങൾ കളക്ട് ചെയ്ത മൊത്തം ഔട്ട്പുട്ട് ടാക്സിൻ്റെ മേളിലാണോ, അതായത് നിങ്ങളുടെ ലൈബിലിറ്റി രജിസ്റ്ററിലേക്ക് വന്ന എമൗണ്ടിൻ്റെ മേളിലാണോ, അതോ നിങ്ങൾ ആ ലൈബിലിറ്റി രജിസ്റ്ററിൽ വന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് പേ ചെയ്യില്ലേ, ആ തുകയുടെ മേളിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു പ്രൊവിഷനാണ് ഈ 51-ൽ 50 സബ്സെക്ഷൻ 1-നകത്തുള്ള ഒരു പ്രൊവിഷൻ. അപ്പോൾ അതിനകത്ത് പറയുന്നത് നിങ്ങൾ ആ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് പേ ചെയ്യുന്ന തുകയുടെ മേളിൽ എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് അടച്ചാൽ മതി എന്നുള്ളതാണ് ആ പ്രൊവിഷൻ പറയുന്നത്. ശരിക്കും അത് 51 മൊത്തം പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ അമെൻമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ശരിക്കും ആ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നിങ്ങളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങളാ വരുന്ന ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ നിന്ന് അടയ്ക്കുന്ന മിച്ചം വരുന്ന തുകയുടെ മേളിൽ നിങ്ങൾ ഏത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എക്സെപ്റ്റ് അവിടെ പറയണം, എക്സെപ്റ്റ് വെയർ സച്ച് റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ഇനി. പക്ഷേ നിങ്ങളത് അടയ്ക്കുന്നത് നിങ്ങൾക്കെതിരെ 73, 74, 74A എന്നിവ ഇനിഷ്യേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളിത് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റില്ല. അപ്പോൾ നിങ്ങളത് മൊത്തം എമൗണ്ടിൻ്റെ മേളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏത് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്, ആ സെക്ഷൻ്റെ കൂടെ 74A എന്ന സെക്ഷനും കൂടി പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കും. ഇതാണ് വന്നിരിക്കുന്ന അമെൻമെൻറ്റ്. സാധാരണ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 49(8)ലും 51-ലും 51(7)ലുമൊക്കെ ഏത് സെക്ഷൻ്റെ റെഫറൻസ് കൂടി വന്നിട്ടുണ്ട്, 74A എന്ന സെക്ഷൻ്റെ റെഫറൻസ് കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 51 പറയുന്നത് എന്താണ്, ഫെയിലർ ടു ഡിഡക്ട് ടാക്സ്, ടാക്സ് ഷാൽ ബി ഡിറ്റർമിൻ ദ മാനർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 73, 74, 74. നിങ്ങൾ ടാക്സ് പ്രോപ്പറായിട്ട് ഡിഡക്ട് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് 73 74 ഉപയോഗിക്കാം. കൂടെ ഏത് ഉപയോഗിക്കാം? ഇനി മുതൽ 74A അവർക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതാണ് അതിൽ വന്നിരിക്കുന്നത്. ബാക്കി ഇതൊക്കെ നമ്മൾ ഫൈനലിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ സെക്ഷൻ 61 62 ഒക്കെ നമുക്ക് ഫൈനലിൻ്റെ ക്ലാസ്സിലായിരിക്കും നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, മറ്റൊരു കാര്യം 12 ഷെഡ്യൂൾ 3. എന്താണ് ഷെഡ്യൂൾ 3 എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. നെഗറ്റീവ് ലിസ്റ്റാണ്. നെഗറ്റീവ് ലിസ്റ്റിൽ ഓൾറെഡി ഒരു 8 പോയിന്റ് ഓൾറെഡി ഉണ്ട്. നെഗറ്റീവ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് സപ്ലൈ അല്ലാത്ത ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ നെഗറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അത്തരം ആക്ടിവിറ്റീസിൻ്റെ മേളിൽ എന്തില്ല? GST വരില്ല, വീരം. സോ ഷെഡ്യൂൾ 3യിൽ എന്തൊക്കെ കാര്യങ്ങൾ? ഷെഡ്യൂൾ 3യിൽ ഇപ്പോൾ 2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പോയിന്റ് നമ്പർ 9 10 പറയുന്നത് ദ ആക്ടിവിറ്റി ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് co-insurance premium by lead insurer to the co-insurer for the insurance services jointly supplied by the lead insurer and co-insurer to the insured in co-insurance agreement. See, co-insurance agreement, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യണം, ഒരു പ്രവൃത്തി ചെയ്യണം. അതിന് ഞാനൊരു ഇൻഷുറൻസ് എടുത്തു. ഇറ്റ്സ് എ ബിഗ് ഇൻഷുറൻസ്. പക്ഷേ ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു നിങ്ങൾക്കിതിന് ഇൻഷുറൻസ് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതെനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഞാനൊരു ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു കൺസോർഷ്യം രൂപീകരിക്കും. സോ ഐ വിൽ ക്രിയേറ്റ് എ കൺസോർഷ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ്, അതിന് ഇൻഷുറൻസ് കൊടുക്കാനായിട്ട്, ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇൻഷുറൻസ് കൊടുത്തതിന് എക്സംഷനൊക്കെ ഉണ്ട്. അതൊക്കെ അത് വിട്ടേക്ക്, ഞാൻ അതല്ലാത്തൊരു പോയിൻ്റാണ് പറയാം. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് വെച്ചോ, ഗവൺമെൻറ് എന്തോ ആയിക്കോട്ടെ, ഒരു വലിയൊരു പ്രോജക്റ്റ്, ഒരു ബിഗ് പ്രോജക്റ്റ്, ക്രോർസ് ആൻഡ് ക്രോർസ് വരുന്ന ഒരു ബിഗ് പ്രോജക്റ്റ്, അതിന് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് നമുക്കിതിന് ഇൻഷുറൻസ് തരണം. അപ്പോൾ അവർക്ക് നല്ല പ്രീമിയം കിട്ടുന്ന കേസാണ്, അവർക്ക് ഇൻഷുറൻസ് തരാം. പക്ഷേ അവർക്കതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യുമെന്നറിയോ? അവർ ഒറ്റയ്ക്ക് ഇൻഷുറൻസ് തരാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അവർ പറയാണ്, സോ വി വിൽ ക്രിയേറ്റ് എ കൺസോർഷ്യം ഓഫ് വേരിയസ് ഇൻഷുറൻസ് കമ്പനീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഷുററായിട്ട് നിൽക്കാം. അപ്പോൾ നമ്മൾ സമീപിച്ച ഇൻഷുറൻസ് കമ്പനി നമ്മൾ പറയുന്ന പേരാണ് ലീഡ് ഇൻഷുറർ. ഇവിടെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മെയിൻ ഇൻഷുറൻസ് കമ്പനി നമ്മൾ എന്തെന്ന് പറയും? ലീഡ് ഇൻഷുറർ എന്ന് പറയും. ഇപ്പോൾ ലീഡ് ഇൻഷുറർ നമ്മളോട് പറയാണ്, യെസ് ഞാൻ ഇൻഷുറൻസ് തരാം, പക്ഷേ എനിക്കത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. ഞാൻ വേറെ ഒരു 3 ഇൻഷുറൻസ് കമ്പനികളെയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ 4 പേരും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എന്ത് തരാം? ഇതിനുള്ള ഇൻഷുറൻസ് തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബാക്കി 3 പേരെ കൂടി ചേർത്ത് അവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, നമുക്കിതിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണം, നല്ല ഇൻഷുറൻസ് പ്രീമിയം കിട്ടുന്ന കേസാണ്, നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്കിതൊരു വലിയ ഇൻഷുറൻസ് പ്രോജക്റ്റാക്കി മാറ്റാം. ഓക്കെ. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ ചേർന്ന് എന്ത് ചെയ്യുകയാണ്? അതിൽ എന്നെ പറയുന്ന പേരാണ് ലീഡ് ഇൻഷുറർ, ബാക്കി 3 ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേരാണ് കോ ഇൻഷുറർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണ്? ഇൻഷുറൻസ് സർവീസാണ്. അത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ജോയിൻ്റ്ലി സപ്ലൈഡ് എന്ന് പറയുന്നത്. ആരൊക്കെ ചേർന്നിട്ടാണ്? ലീഡ് ഇൻഷുററും അതുപോലെ തന്നെ കോ ഇൻഷുററും കൂടി ചേർന്നിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ടു ദി ഇൻഷുർഡ്. ഇവിടെ നിങ്ങളാണ് ഇതെന്ന് പറയുന്നത്, ആ വലിയ പ്രോജക്റ്റിൻ്റെ ഉടമയാണ് നിങ്ങളെയാണ് ഇവിടെ ഇൻഷുറർ എന്ന് പറയുന്നത്, ടു ദി ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ഇൻ ദി കോ ഇൻഷുറൻസ്, ഇത് നമ്മൾ പറയുന്ന പേരാണ് കോ ഇൻഷുറൻസ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ ദാറ്റ് ലീഡ് ഇൻഷുറർ പേയ്സ് ദി സെൻട്രൽ ടാക്സ്. ഇനി ഞാനല്ലോ ലീഡ് ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ മേളിലുള്ള മൊത്തം GST ഞാൻ തന്നെ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. ഇപ്പോൾ 18% GST എങ്കിൽ ആ എൻറ്റയർ പ്രീമിയത്തിൻ്റെ മേലുള്ള പ്രീമിയം മൊത്തം എനിക്കുള്ള കാശല്ല, ഞാൻ മൊത്തം പ്രീമിയം ഞാൻ തന്നെ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. യെസ്, the central taxes, state tax, union territory and integrated tax on the entire amount of premium paid by the insured. Yes. ഇനി എനിക്ക് കിട്ടിയ പ്രീമിയം ഞാൻ അവരുമായിട്ട് ഷെയർ ചെയ്യത്തില്ലേ? അവർ പ്രൊവൈഡ് ചെയ്ത ആ സർവീസിന് അവർക്ക് കിട്ടുന്ന പ്രീമിയത്തിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. ഞാനത് കളക്ട് ചെയ്ത് എന്ത് ചെയ്യും? അടയ്ക്കും. പക്ഷെ അവർക്ക് കിട്ടുന്ന പ്രീമിയത്തിൻ്റെ മേളിൽ അവർക്ക് GST ലയബിലിറ്റി എന്ത് വരുന്നില്ല? GST ലയബിലിറ്റി വരുന്നില്ല. അതാണ് ഈ ഒരു പോയിന്റ്. മറ്റൊന്ന്, സോ ഇതാണ് പോയിന്റ് നമ്പർ 9. ഇനി 10 രണ്ടാമത്, സർവീസസ് ബൈ ഇൻഷുറർ. വീണ്ടും ഇൻഷുറർ ടു ദി റീഇൻഷുറർ. ഇൻഷുറർ ടു ദി റീഇൻഷുറർ. നേരത്തെ ലീഡ് ഇൻഷുററും അതുപോലെ തന്നെ കോ ഇൻഷുററും കണ്ടു. അപ്പോൾ ഇവിടെ വേറൊരു കൺസെപ്റ്റാണ്. ഞാനൊരു ഇൻഷുറൻസ് തന്നിട്ടുണ്ട്, ഞാൻ ആ ഇൻഷുറൻസ് പോളിസിക്ക്, ഞാൻ ഇഷ്യൂ ചെയ്ത പോളിസിക്ക് ഞാൻ റീഇൻഷുറൻസ് എടുക്കുന്നു. അതായത് ഇതേ പോളിസിക്ക് അതിന് റിസ്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഇഷ്യൂ ചെയ്ത പോളിസിക്ക് ഞാൻ വേറൊരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു? റീഇൻഷുറൻസ് എടുത്തിരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പ്രത്യേകത അതാണ്, ഇൻഷുറൻസ് മേഖലയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ LICയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കി, LIC ഒരാളുടെ ലൈഫ് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ LICക്ക് ഒരു റിസ്ക് ഇല്ലേ? സോ LICയുടെ റിസ്കിനെ വേറൊരു ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് ചെയ്യാം? റീ ഇൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ റീ ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റീ ഇൻഷുറൻസിന് വേണ്ടി ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റീ ഇൻഷുറൻസിൻ്റെ റൈറ്റ് ഒരാൾക്ക് കൊടുത്തു. ആക്ച്വലി റീ ഇൻഷുറൻസിൻ്റെ റൈറ്റ് സപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സർവീസാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ശരി, എൻ്റെ റിസ്ക് നീ ഇൻഷുർ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? വേറൊരാൾക്ക് ആ റൈറ്റ് കൊടുത്തിട്ട് ഞാൻ അവൻ്റെ നിന്ന് എന്ത് ചെയ്യും? ഒരു കമ്മീഷൻ ഈടാക്കും. ശരി തന്നെയാണ്, ഞാനവന് പ്രീമിയം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനവന് ഉറപ്പായിട്ടും ആ റീ ഇൻഷുർ ചെയ്യുന്ന കമ്പനിക്ക് ഞാനൊരു പ്രീമിയം കൊടുക്കുന്നുണ്ട്. ആ പ്രീമിയത്തിൻ്റെ മേളിൽ GST വരും, ഇൻഷുറൻസിൻ്റെ മേളിൽ GST വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ റീ ഇൻഷുറൻസിൻ്റെ മേളിലും GST വരും, ഒരു സംശയമില്ല. പക്ഷേ ഞാൻ അതിൽ നിന്നൊരു കമ്മീഷൻ അവൻ്റെ എന്ത് ചെയ്യും? തിരിച്ച് ഈടാക്കും. ആ കമ്മീഷൻ്റെ മേളിൽ GST വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കി, സർവീസസ് ബൈ ഇൻഷുറർ ടു ദ റീ ഇൻഷുറർ വിച്ച് സീഡിംഗ് കമ്മീഷൻ, സീഡിംഗ് കമ്മീഷൻ എന്നാണ് പറയുക, for which ceding commission or the reinsurance commission is deducted from reinsurance premium. ഞാൻ ഈ അടയ്ക്കുന്ന റീ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്നായിരിക്കും ഞാൻ ആ സീഡിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ റീ ഇൻഷുറൻസ് കമ്മീഷൻ പ്രീമിയം ഞാൻ ഈടാക്കുന്നത്. പെയ്ഡ് ബൈ ദി ഇൻഷുറർ ടു ദ റീ ഇൻഷുറർ സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദി റീ ഇൻഷുറർ on the gross reinsurance premium payable by the insurer to the reinsurer inclusive of the said ceding commission or the reinsurance commission. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചപ്പോൾ ഞാനിപ്പോൾ അടയ്ക്കുന്ന പ്രീമിയം 1 ലക്ഷം രൂപയാണെന്ന് വെച്ചു. റീ ഇൻഷുറൻസ് പ്രീമിയം 1 ലക്ഷം രൂപയാണ്. ഞാൻ അതിൽ നിന്ന് 20,000 രൂപ അവൻ്റെ എന്ത് മേടിക്കുന്നുണ്ട്? സീഡിംഗ് കമ്മീഷനായിട്ട് ഈടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കുന്ന 1 ലക്ഷം രൂപയുടെ മേളിലുള്ള GST ലയബിലിറ്റി അവൻ എന്ത് ചെയ്തിരിക്കണം? കളക്ട് ചെയ്യണം. ശരിക്കും ആ 1 ലക്ഷം രൂപയാണ് റീ ഇൻഷുറൻസ് കമ്മീഷൻ ആണെങ്കിലും ഞാൻ അതിൽ നിന്ന് 20,000 രൂപ കട്ട് ചെയ്തിട്ട് 80,000 അവന് കൊടുക്കുന്നുള്ളാവോ? കാരണം 20,000 രൂപ എൻ്റെ കമ്മീഷനാണ്. പക്ഷേ ആ എൻ്റയർ 1 ലാഖിൻ്റെ മേളിലുള്ള GST ലയബിലിറ്റി അവൻ വഹിക്കണം. സോ എൻ്റെ കയ്യിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? ആ 1 ലാഖിൻ്റെ മേളിലുള്ള GST ലയബിലിറ്റി അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കും. പക്ഷേ ഞാൻ അവൻ്റെ നിന്ന് കട്ട് ചെയ്തെടുത്ത് 20,000 രൂപയുടെ മേളിൽ എന്ത് വരത്തുമില്ല? GST വരത്തില്ല. കാരണം അതിന് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ഒരു നോൺ ടാക്സബിൾ സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. സോ അതാണ് ഈ ഒരു പോയിന്റ് നമ്പർ 12. കസ്റ്റംസിനകത്ത് ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. കസ്റ്റംസിനകത്ത് നമുക്ക് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി നമുക്കറിയാവുന്നതാണ്. വിവിധ ടൈപ്പ് ഓഫ് ഡ്യൂട്ടിക്ക് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. അത് കുറേ കാലം കൊണ്ട് മതിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. യെസ്, കസ്റ്റംസ് സെക്ഷൻ 6 ഷാൽ ബി ഒമിറ്റഡ്, ദാറ്റ് ഈസ് എ പ്രൊവിഷൻ റിലേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഹാസ് ബീൻ ഒമിറ്റഡ്. മുമ്പേ തന്നെ ഒമിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ കുറേ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൽ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഇപ്പോൾ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, കുറച്ച് അമെൻമെൻറ്റ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. നൗ വിൽ ഡിസ്കസ് ദാറ്റ്. ഫോളോയിങ് എൻട്രീസ് ആർ ഇൻസേർട്ടഡ് ഓർ അമെൻഡഡ്. ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്ന അമെൻമെൻറ്റ്സ് ആണ്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, ടു ഇൻഡിവിജ്വൽസ്. ശ്രദ്ധിക്കണം, ഇൻഡിവിജ്വൽസിന് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന താഴെ പറയുന്ന സേവനങ്ങൾക്കെല്ലാം എക്സംഷൻ ഉണ്ട്. സെയിൽ ഓഫ് പ്ലാറ്റ്ഫോം ടിക്കറ്റിന് GST ഇല്ല. ഫെസിലിറ്റി ഓഫ് റിട്ടയറിംഗ് റൂം ഓർ വെയിറ്റിംഗ് റൂം കണ്ടിട്ടുണ്ടാവുമല്ലോ റെയിൽവേ സ്റ്റേഷനിൽ, GST ഇല്ല. ക്ലോക്ക് റൂം സർവീസ് ഉറപ്പായിട്ടും അറിയായിരിക്കും, GST ഇല്ല. ബാറ്ററി ഓപ്പറേറ്റഡ് കാർ സർവീസസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ നടക്കാനൊക്കെ കഴിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ദൂരം കൂടുതലുള്ള ഇതൊക്കെ ആൾക്കാരെ ഇരുത്തി കൊണ്ടുപോകുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും തന്നെ ഇനി മുതൽ എന്തില്ല? ഈ പറയുന്ന GST ഇല്ല എന്നുള്ള വലിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത്തരം സർവീസുകളൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റേഷനിലൊന്നും കാണില്ല. സോ ഇത്തരം സേവനങ്ങളെല്ലാം ഇൻഡിവിജ്വൽസിന് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നതിന് GST ഇനി മുതൽ ഉണ്ടാവില്ല, അത് എക്സംപ്റ്റഡ് ആണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ വൺ സോൺ ഓർ ഡിവിഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് റെയിൽവേ, വീണ്ടും ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ്. 2 അനദർ ഡിവിഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റെയിൽവേ. ഓക്കെ, ഇപ്പോൾ സേലം ഡിവിഷൻ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഡിവിഷൻസും സോണുകളും പരസ്പരം പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾക്ക് GST ലയബിലിറ്റി, അതെന്ത് സർവീസോ ആയിക്കൊള്ളട്ടെ, അതിനൊന്നും തന്നെ GST ലയബിലിറ്റി ഉണ്ടാവില്ല. ദെൻ പോയിന്റ് നമ്പർ 9G, സർവീസസ് പ്രൊവൈഡഡ് ബൈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ.
സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പർട്ടിക്കുലർ പർപ്പസ് ചെയ്യാൻ, അതൊരു വണ്ടിയൊന്നും അല്ല കേട്ടോ. വെഹിക്കിൾ എന്ന വാക്ക് കണ്ടുകൊണ്ട് നമ്മളിതിനെ എന്തെങ്കിലും വാഹനമാണ് എന്നും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി രൂപീകരിക്കുന്ന കമ്പനികളെയും ഫണ്ടിനെയൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയും. ഓക്കെ, സോ സർവീസ് ഇവിടെ ആരാണ് പ്രൊവൈഡ്? സർവീസ് പ്രൊവൈഡഡ് ബൈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ടു മിനിസ്ട്രി ഓഫ് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, ബൈ വേ ഓഫ് allowing Ministry of Railway to use the infrastructure built and owned by them during the concession period against consideration and services of maintenance supplied by Ministry of Railway to SPVs in relation to the said infrastructure built and owned by SPV during the concession period against the consideration. സോ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനം അതൊരു വലിയ മേഖലയാണ്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് ഗുഡ്സ് ട്രെയിന് പോകുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഈ പാസഞ്ചർ ട്രെയിനും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനും ഒരേ ട്രാക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ നിങ്ങൾ പോകുന്ന ട്രാക്കിൽ, നമ്മളിപ്പോൾ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ വരുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ഈ ഗുഡ്സ് ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൈഡിൽ നിർത്തിയിടണം, അത് വഴിമാറി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ട്രെയിന് പോയിട്ടേ പിന്നെ പാസഞ്ചർ ട്രെയിന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നിർത്തി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേ എന്ത് തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സ്പീഡപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ പാസഞ്ചർ ട്രെയിന് പോകുന്ന പാതയിലൂടെ പോകാൻ പാടില്ല, ഗുഡ്സ് ട്രെയിൻ പോകാൻ പാടില്ല. അപ്പോൾ അതിനൊരു സമാന്തര പാത, ഒരു പാരലൽ റെയിൽ സിസ്റ്റം നമുക്ക് വേണം. അപ്പോൾ അതിന് വേറൊരു വഴി ഉണ്ടാക്കണം, അതിന് വേറെ റെയിൽ പാളം ഉണ്ടാക്കണം. അതുവഴി മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ? ഗുഡ്സ് ട്രെയിൻ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഈ പണി സ്വന്തമായി അത് ഇന്ത്യൻ റെയിൽവേ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ, ഇപ്പോൾ കെ റെയിൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് സംഭവം. ഇതല്ല കേട്ടോ സംഭവം, ഇതല്ല സംഭവം ഞാൻ പറയുന്നത്. അതൊരു കെ റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കെ റെയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരാണ് അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം നിശ്ചയിച്ചത്. അപ്പോൾ കെ റെയിലിൻ്റെ പാതയെല്ലാം നിശ്ചയിച്ചത് അവരാണ്. എങ്ങനെയാണ് പോവേണ്ടത്, ഏത് വഴിയാണ് പോവേണ്ടത്, അതൊക്കെ തീരുമാനിക്കുന്നവരാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഗുഡ്സ് ട്രെയിനുകൾ സഞ്ചരിക്കുവാനുള്ള ഒരു പാത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തന്നെ മിനിസ്ട്രി ഓഫ് റെയിൽവേ മുൻകൈ എടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ഥലം കണ്ടെത്തുന്നു, ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. ഇവർ ഈ ഡെവലപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ റെയിൽവേക്ക് അതുവഴി ഗുഡ്സ് ട്രെയിൻ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ആ പാളം ഇന്ത്യൻ റെയിൽവേക്ക് വിട്ടുകൊടുക്കാം. ഇന്ത്യൻ റെയിൽവേ അതുവഴി എന്ത് ചെയ്യുന്നു? ട്രെയിൻ ഓടിക്കുന്നു, ഗുഡ്സ് ട്രെയിൻ ഓടിക്കുന്നു. ഇതിന് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന് അവരെന്ത് കൊടുക്കുന്നുണ്ട്? കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, ഫീസ് കൊടുക്കുന്നുണ്ട്. ആ ഫീസിൻ്റെ മേളിൽ എന്തില്ല? GST ഇല്ല. മനസ്സിലാവും? അത് എക്സംപ്റ്റഡ് ആണ്, സപ്ലൈ ആണ്, പക്ഷെ അത് എക്സംപ്റ്റഡ് ആണ്. അതാണ് ആ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം. സർവീസസ് ബൈ വേ ഓഫ്, അടുത്ത പോയിന്റ് നമുക്ക്, സർവീസസ് ബൈ വേ ഓഫ് റെൻറ്റിങ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഫോർ യൂസ് ആസ് റെസിഡൻസ്. അത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. പല ഘട്ടങ്ങളിലായിട്ട് വീട് വാടകയ്ക്ക് കൊടുത്താൽ അതിന് എക്സംഷൻ ഉണ്ട്. ഹൗവർ ദിസ് എൻട്രി ഡസ് നോട്ട് കവർ ദി ഫോളോയിങ്: അക്കോമഡേഷൻ സർവീസസ് ഫോർ സ്റ്റുഡൻസ് ഇൻ സ്റ്റുഡൻസ് റെസിഡൻസ്. ഇപ്പോൾ ഹോസ്റ്റലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈ എക്സംഷൻ ഇല്ല, അത് ടാക്സബിൾ ആണ് എന്നുള്ളതാണ്. എന്നിട്ട് ഈ 12A അതിനോട് ചേർത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അത് നോക്കി: supply of accommodation services having a value of supply less than or equal to 20,000 per person per month, provided that accommodation service is supplied for a minimum period of 90 days. അങ്ങനെ കൂടി ഉണ്ട് കേട്ടോ, 90 days. ആ പറഞ്ഞ പോയിന്റിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് മിനിമം 90 ദിവസത്തേക്ക് നമ്മൾ ഒരാൾക്ക് താമസിക്കാനായിട്ട് റൂം കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഹോസ്റ്റലെല്ലാം ഉൾപ്പെടും. ഒരാളിൽ നിന്ന് ഈടാക്കുന്ന പ്രതിമാസം 20,000 രൂപ അതിൽ താഴെയാണെങ്കിൽ അതിൻ്റെ മേളിൽ എന്ത് വേണ്ട GST. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻറ്റ് റെസിഡൻസിന് എന്ത് വേണ്ടെന്ന് പറഞ്ഞു, GST വേണം എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ ഒരു കുട്ടിയിൽ നിന്ന് ഈടാക്കുന്നത് പ്രതിമാസം 20,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ GST വേണ്ട, പ്രൊവൈഡഡ് അവനത് എത്ര രൂപയ്ക്ക് മേലെ കൊടുത്തിരിക്കണം, എത്ര ദിവസത്തിൽ കൂടുതൽ കൊടുത്തിരിക്കണം, മിനിമം 90 ദിവസമെങ്കിലും കൊടുത്തിരിക്കണം എന്നുള്ളത്. യെസ്.
Next, supply of services by way of providing metering equipment on rent, testing or meters, transformers, capacity, etc., releasing electricity connection, shifting of meters, service line, issuing duplicate bill, etc., which are incidental or ancillary to the supply of transmission and distribution of electricity provided by electricity transmission distribution utility to their consumers with effect from 10/10/2024. ഇതിനൊന്നും തന്നെ ഇനി മുതൽ എന്തില്ല, GST ഇല്ല. നല്ലൊരു കാര്യമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ മീറ്റർ കൊണ്ടുവച്ചിട്ടില്ലേ, ഇലക്ട്രിസിറ്റി മീറ്റർ, KSEB മീറ്റർ റെൻറ്റിൻ്റെ മേളിൽ ഇനി മുതൽ എന്തുണ്ടാവില്ല, GST ഉണ്ടാവത്തില്ല. റെൻറ്റിൻ്റെ മേളിൽ GST ഉണ്ടാവില്ല. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് ഫോർ മീറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, കപ്പാസിറ്റേഴ്സ്, റിലീസിങ് ഇലക്ട്രിസിറ്റി കണക്ഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് മീറ്റർ, സർവീസ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ബിൽ ഇഷ്യൂ ചെയ്യുന്നത്, മറ്റ് ഇൻസിഡൻ്റൽ ആൻസിലറി ആക്ടിവിറ്റികൾ, ഇതിനൊന്നും തന്നെ ഇനി മുതൽ എന്തുണ്ടാവില്ല, GST ഉണ്ടാവില്ല എന്നുള്ള. സർവീസസ് ബൈ വേ ഓഫ് റീ ഇൻഷുറൻസ്, ഞാൻ നേരത്തെ റീ ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. ഓഫ് ദി ഇൻഷുറൻസ് സ്കീം സ്പെസിഫൈഡ് ഇൻ സീരിയൽ നമ്പർ 35 or 36 or 40. ഇതെല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ ഇൻഷുറൻസ് പദ്ധതികളാണ്. സോ അത്തരം പദ്ധതികളുടെ റീ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്താൽ, അത്തരം പദ്ധതികൾ ഗവൺമെൻറ് പല ഒരുപാട് സ്വർണ്ണ ജയന്തി, സ്വരോസ്കാർ യോജന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പദ്ധതികളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇത്തരം ഇൻഷുറൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനൊക്കെ തന്നെ റീ ഇൻഷുറൻസ് ഉണ്ടാകും. സോ ഇത്തരം ഇൻഷുറൻസുകൾക്കുള്ള റീ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ മേളിൽ എന്തുണ്ടാവില്ല, GST ഉണ്ടാവില്ല. Then research and development services against consideration received in the form of grant supplied by a government entity or a research association, university, college or other institution notified under 35(1)(2) or 1(3) of Income Tax Act. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് PGBP പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന സെക്ഷനാണ് ഈ 35(1)(2)ഉം 1(3)ഉം ഒക്കെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് മേടിച്ചുകൊണ്ട് ഇത്തരം റിസർച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത്തരം ഗ്രാൻഡുകളുടെ മേളിൽ GST വരുമോ എന്നുള്ളതാണ് ചോദ്യം. വരില്ല. അപ്പോൾ അതിൻ്റെ മേളിൽ ഇനി GST വരില്ല. യെസ്. സർവീസസ് ഓഫ് affiliation provided by a central or state educational board or council or any other similar body by whatever name called to a school established, owned or controlled by central government, state government, union territory, local authority, government or government entity. സ്കൂളിനൊക്കെ അഫിലിയേഷൻ കൊടുക്കത്തില്ലേ, CBSE ഒക്കെ. സോ അത്തരം അതിനവർ ഈടാക്കുന്ന ഫീസിൻ്റെ മേളിൽ എന്ത് വരില്ല, GST വരില്ല. അത് എക്സംപ്റ്റഡ് ആണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് അണ്ടർ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന, അതായത് ഈ നമ്മുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഓരോ തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ DDU-GKY എന്ന് പറയുന്ന പദ്ധതി, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. ഈ സ്കീം പ്രകാരം ഇതൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തൊഴിലാണോ പഠിക്കാൻ ആവശ്യം അത് ഗവൺമെൻറ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ആവാനാണ്, പ്ലംബിംഗ് വർക്ക് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, അല്ലെങ്കിൽ കാർപ്പൻട്രിങ് വർക്ക് പഠിക്കാനാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്ക്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗവൺമെൻറ് കീഴിൽ തന്നെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും, വരാൻ പറയും. അവിടെ വെച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. ആ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന സേവനത്തിന് GST ഇല്ല. അപ്പോൾ അവരെല്ലാം പുറത്തുനിന്ന് വരുന്ന എക്സ്പേർട്ട് ആയിരിക്കും അവിടെ ചെയ്യുന്നത്. അവർക്കുള്ള കാശ് ഗവൺമെൻറ് ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതിനൊന്നും തന്നെ ഈ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന സേവനത്തിന് GST ഇല്ല. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ബൈ വേ ഓഫ് ഓഫറിംഗ് സ്കിൽ ഓർ വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫൈഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. മറ്റൊന്ന് IGST നിയമത്തിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് കൂടി ഫൈനലിനാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആവുക. എങ്കിലും നമുക്ക് നോക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസസ്, നമുക്കറിയാം ഇമ്പോർട്ട് ഓഫ് സർവീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്ലൈ ആയിട്ട് കണക്കാക്കണം, കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്കറിയാം. സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്ന ആരാണ്, ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യ, ഓക്കെ, വിച്ച് ഈസ് ആൻ എയർലൈൻ കമ്പനി. ആ കമ്പനി ഒരു എയർലൈൻ കമ്പനിയാണ്. ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി ഓഫ് ഇറ്റ്സ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ വെൻ മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, നമുക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് നമ്മളൊരു സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അതും ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്ലൈ ആയി കണക്കാക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരു എയർലൈൻ കമ്പനി, ഒരു വിദേശ കമ്പനിയുടെ ബ്രാഞ്ചോ അസോസിയേറ്റോ ആണ് ഇവിടെ ഉള്ളത്. അവർ വിദേശത്ത് നിന്ന് എന്ത് ചെയ്യാണ്, സർവീസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ അതിൻ്റെ മേളിൽ ഇവർ GST പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ആ ഒരു അമെൻമെൻറ്റിൻ്റെ കാര്യം. സോ
സോ ഈ വന്നിരിക്കുന്ന അമെൻമെൻറ്റുകളെല്ലാം തന്നെ നമ്മുടെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ നിങ്ങളത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. സോ ഇതൊക്കെ പഠിച്ചാലുള്ള ഗുണം, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും, ഉറപ്പാണ്. അമെൻമെൻറ്റ് എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് വന്നിരിക്കും, ഒരു സംശയം വേണ്ട. പിന്നെ ഈ റിവേഴ്സ് ചാർജ് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണെങ്കിലും നമുക്ക് നോക്കാം. സപ്ലൈ ഓഫ് മെറ്റൽ സ്ക്രാപ്പ് ബൈ ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ടു എനി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് കവേർഡ് അണ്ടർ ദ റിവേഴ്സ് ചാർജ് മെക്കാനിസം. സോ ഒരു അൺരജിസ്റ്റേർഡ് വ്യക്തി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് മെറ്റൽ സ്ക്രാപ്പ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് RCM ആപ്ലിക്കബിൾ ആകും എന്നുള്ളതാണ്. യെസ്. ദെൻ സർവീസസ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ബൈ ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ to any registered person is covered under reverse charge mechanism. Yes. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. RCMനെ പറ്റി പഠിച്ചപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പോയിന്റ് നമ്പർ 5A ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പുതിയൊരു സംഭവമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റെസിഡൻഷ്യൽ അല്ലാത്ത, ഇപ്പോൾ നമ്മൾ ഓഫീസ്, ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്, ഒരു കോസ്റ്റ് അക്കൗണ്ടിന്, ഡോക്ടർക്ക് ആരോ ആവട്ടെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യാണ്, ഒരു ഓഫീസ് റൂം, അയാളുടെ ഒരു ക്ലിനിക്കായിട്ടോ ഓഫീസായിട്ടോ ഫാക്ടറി ആയിട്ടോ ഗോഡൗൺ ആയിട്ടോ ഒരു റൂം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്, റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഏത് ആപ്ലിക്കബിൾ ആകും? RCM. ഈ കൊടുക്കുന്ന വാടകയുടെ മേളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തി GST കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും, RCM ആപ്ലിക്കബിൾ ആകും എന്നുള്ളത്. വാല്യൂ സപ്ലൈയിൽ റൂൾ 28(2) CMA ഇൻ്റർമീഡിയറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. റിലേറ്റിംഗ് ടു വാല്യൂഷൻ ഹാസ് ബീൻ അമെൻഡഡ്. റൂൾ 28 എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് നമ്മൾ കൺസിഡറേഷൻ ഇല്ലാതെ ഒരു ഇടപാട് നടക്കുമ്പോൾ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപാടാണെങ്കിൽ അത് സപ്ലൈ ആയി കണക്കാക്കണമെന്നാണല്ലോ ഷെഡ്യൂൾ 1 പറയുന്നത്. അപ്പോൾ ആ സപ്ലൈയുടെ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് റൂൾ 28 പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുകയാണ്. എന്താണെന്ന് നോക്കുക. വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, ഇപ്പോൾ ഇത് സർവീസാണ്, by a supplier to a recipient who is a related person located in India. ഓക്കെ, അപ്പോൾ റെസിപ്പിയൻ്റ് എവിടെ ഉള്ള ആളാണ്? റിലേറ്റഡ് പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ ബൈ വേ ഓഫ് പ്രൊവൈഡിങ് കോർപ്പറേറ്റ് ഗ്യാരണ്ടി ടു എനി ബാങ്കിങ് കമ്പനി ഓർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദി സെഡ് റെസിപ്പിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊരു റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമുണ്ട്, റിലേറ്റഡ് വ്യക്തിയുണ്ട്, ആ റിലേറ്റഡ് വ്യക്തി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ആ എടുക്കുന്ന ലോണിന് ഞാൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഗ്യാരണ്ടി കൊടുക്കുന്നു. ഐ എം പ്രൊവൈഡിങ് ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്താൽ അത് സപ്ലൈ ആയിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ സപ്ലൈ സർവീസ് ആയിട്ട് കണക്കാക്കും. അതിൻ്റെ വാല്യൂ ഏതെടുക്കും എന്നുള്ളതാണ്. ഷാൽ ബി ഡീംഡ് ടു ബി 1% of the amount of such guarantee offered per annum or the actual consideration whichever is higher. ഇനി ഞാൻ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത ഗ്യാരണ്ടിയുടെ 1% ഞാൻ വാല്യൂ സപ്ലൈ എടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൺസിഡറേഷൻ ഈടാക്കുന്നുണ്ടെങ്കിൽ ആക്ച്വൽ കൺസിഡറേഷൻ whichever is higher. However, where recipient is eligible for full input tax credit, value declared in the invoice shall be deemed to be the value of said supply service. ഇനി അതല്ല, എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇൻവോയ്സ് തന്നിട്ടുണ്ട്, ഇൻവോയ്സിനകത്ത് GST കാണിച്ചിട്ടുണ്ട്, ആ GST മുഴുവൻ ഞാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ തന്നെയാണ് ഞാൻ വാല്യൂ ആയിട്ട് എടുക്കുക. അവിടെ ഞാൻ 1% ഒന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. യെസ്. റൂൾ 47A ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 31(3)F എത്ര നാൾക്കുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം? വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് സെറ്റ് സപ്ലൈ ഗുഡ്സ് സർവീസ് ആസ് ദി കേസ് മേ ബി. ഞാൻ മറ്റേ GSTR 7 ഞാൻ മറ്റേ TDS ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നവരെല്ലാവരും തന്നെ നിർബന്ധമായും റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അവരെപ്പോൾ ഫയൽ ചെയ്യണമെന്നാണ്? GSTR 7 ഓൺ ഓർ ബിഫോർ 10th day of the month succeeding the calendar month. മറ്റൊന്ന് GSTR 4 കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്നവർ GSTR 4 ഫയൽ ചെയ്യേണ്ടത് ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് അടുത്ത മാസം April 30 ഫയൽ ചെയ്യേണ്ടതെന്നുള്ളത്. അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആനുവലി തന്നെ സബ്മിറ്റ് ചെയ്യണം. 30th June വരെ ആക്കിയിട്ട് ഉണ്ട് ഫ്രം ദി എൻഡ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ. യെസ്. പിന്നെ മറ്റൊരു പോയിന്റ്, പിന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് GSTR 1A എന്ന് പറയുന്ന അത് പറയാൻ കുറേ ഉണ്ട് കേട്ടോ. 1A പറ്റിയൊക്കെ പറയാൻ അത് റെഗുലർ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നല്ലത്. ദെൻ വിത്ത് ഇഫക്റ്റ് ഫ്രം 1/8/2024 GSTR 1 interstate supply with invoice value more than 1 lakh made to unregistered person are required to show separately.
നേരത്തെ അത് 2.5 ലക്ഷം രൂപയായിരുന്നു. നമ്മൾ സാധാരണ B2C സപ്ലൈകൾ നമ്മൾ എല്ലാം ഒരുമിച്ചാണ് കാണിച്ചുകൊണ്ടിരുന്നത്. റേറ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്താണ് കാണിച്ചുകൊണ്ടിരുന്നത് B2C സപ്ലൈകൾക്ക്. പക്ഷേ ഇപ്പോൾ അത് 2.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോവുകയാണെങ്കിൽ നേരത്തെ അത് സെപ്പറേറ്റ് കാണിക്കണമായിരുന്നു. ഓക്കെ, ലാർജ് ടാക്സ് ഇൻവോയ്സ് ആയിട്ട് കണക്കാക്കി അത് സെപ്പറേറ്റ് കാണിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 2.5 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റ് ഇപ്പോൾ ചുരുക്കി 1 ലക്ഷം ആക്കിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോയാൽ തന്നെ അത് സെപ്പറേറ്റ് കാണിക്കേണ്ടി വരും. സോ ഇത്രയുമാണ് നമുക്ക് GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അമെൻമെൻറ്റ്സ്. സോ ഉറപ്പായിട്ടും ഇത് വീണ്ടും നിങ്ങൾ വായിച്ചു നോക്കണം. ക്ലാസ്സിലൊക്കെ ഈ കാര്യം നമ്മൾ എന്തായിരുന്നാലും GST പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സാമിന് പോകുന്നതിന് മുന്നേ GST റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വച്ചിരിക്കണം.